അച്ഛനേറ്റും അമ്മനേറ്റും ഒക്കെ നല്ല വർത്താനവും കാര്യങ്ങളും പറഞ്ഞ നല്ല ഫാമിലി നല്ല രസമായിട്ടാണ് പോണത്. ഓലെ ഉള്ളിലുള്ളത് വീഡിയോയിൽ ഒരു മുഖം പുറത്തൊരു മുഖം അത് പറ്റൂല, ഉള്ളത് ഒരേമാതിരി ആവണം. അപ്പൊ അങ്ങനത്തെ ആ പെണ്ണിനൊക്കെ എന്തൊക്കെയാണ് ഇതിട്ടാള് കാട്ടിക്കണത്? ഇവർക്കൊന്ന് അന്നല്ലേ തിന്നണത്? ഉസുറും പുളിയില്ലാത്ത സാധനം കേട്ടോ. ആരടി എന്നോട് പറഞ്ഞ അങ്ങനെ നമ്മക്ക് മാത്രമേ ഉള്ളൂന്നില്ലേ? ഞാൻ എടുക്കുന്ന ഞാൻ കാട്ടി തന്നില്ലേ ഒരുപാട് റിക്കമെൻഡില് ഒരുപാട്. അതോ ഇപ്പൊ തെളിഞ്ഞിരിക്കുന്ന ഓരോ ഫാമിലികളതും ഇത് കണ്ടിട്ടില്ലേ? ഞങ്ങളില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവൂല. ഒന്നിച്ചിട്ട് എത്താ കാര്യം ജാതി കൊടും കാട്ടിലല്ലേ കാട്ടിക്കണത്. കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി നല്ലോണം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്താണ് ഒരു അനിയം ഒരു ഏട്ടനെ അടിച്ച പിന്നെ ചുണ്ടൊക്കെ പൊട്ടിച്ചു കാണ്ടില്ലേ വീഡിയോസ്. അച്ഛനൊക്കെ തച്ച് അച്ഛന് കുറെ പിടിച്ചു കൊടുത്തു അനിയന് തല്ലാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. അല്ല വേറെ കാര്യം പറയാണ്ട് ഇച്ച പറയണം. ഞങ്ങള് ഇതേമാതിരി തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ഇല്ലേ. ഞങ്ങളുള്ളത് ഞങ്ങൾ കച്ചറ കൂടിക്കണമെന്ന് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞില്ലേ, കച്ചറ കൂടിക്കണം തന്നെയാണ് പറയും. ഞങ്ങൾക്ക് ആ ജാതി മോട്ടിയൊന്നുമില്ല. ഓളും ഞോട് പോത്തോക്കി കാര്യം പറയും. 3 അല്ല 4 മക്കളാണെങ്കിലും ഒരേമാതിരി കാണണം, അതാണ് വേണ്ടത്. അല്ലാതെ ചിലപ്പോ ഏട്ടൻ കുറച്ച് പൈസ ഇല്ലാത്തവനാക്കാരം, അൻസം കുറച്ച് പൈസ ഇല്ലവനാക്കാരം അങ്ങോട്ട് ഇതാക്കുക. അല്ലെങ്കിൽ പിന്നെ ഓൻ ചിലപ്പോ കുറച്ച് ചൊറുക്കില്ലോനാക്കാരം, ഇപ്പം കുറച്ച് കറുത്തിട്ടാക്കാരം. അത് വേർതിരിവുണ്ടായിട്ട് എന്താ കാര്യം? ഇതിനിപ്പോ അതൊക്കെ പറയണ്ട. പക്ഷെ അവര് പറയാൻ കാരണം കമന്റിലൂടെ അവർക്ക് കൊറേ വന്നുകൊണ്ടാണ് അതിന് പറയുന്നത്. അല്ല സബ്സ്ക്രൈബറോ നാട്ടുകാരുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ ആവുമോ? ആരും ആവൂല. ഇത്രയും നേരം ഇരുന്ന് ഞാൻ സംസാരിച്ചപ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞേ പിന്നെന്ന് പറഞ്ഞാല് വീഡിയോയില് ഞാനൊരു പ്രൊമോഷൻ എന്നല്ല, എന്ത് വീഡിയോ വരികയാണ് ഞാൻ ആദ്യം അവരോട് പറഞ്ഞെന്താ അറിയോ, വീഡിയോയില് തെറിക്കമന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ഇത് പ്രൊമോഷൻസ് നമ്മൾ പൈസ വാങ്ങിയാണ്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവായിക്കളി. അപ്പൊ നിങ്ങൾക്കിത് തെറിക്കമന്റ് ഒന്നും വിഷയമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം. മറ്റേത് നിങ്ങൾ തെറിക്കമന്റ് വന്നു മറ്റേത് വന്നു പറയാണ്ട് ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. ആദ്യം പറയും. പിന്നെ നമ്മൾ അറിയണോ നെഗറ്റീവ് കമന്റ് ഉള്ള ആൾക്കാരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വിളിച്ചത്. പിന്നെ എത്ര വലിയ വലിയ കമ്പനി കാര്യങ്ങള് ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം, ബ്രാൻഡ് ഇതൊക്കെ ഒരുപാട് ചെയ്തല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മൾ അറിയണോണ്ട് തന്നെയല്ലേ നമ്മളെ വിളിച്ചത്, അല്ലാതെ വിളിച്ചൂലല്ലോ, ഒരാളും വിളിച്ചൂല. നെഗറ്റീവ് വരാത്ത വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ ആൾക്കാര്. എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ടാവും. പിന്നെ അതൊന്നുമല്ല, ഞാനിപ്പോ അടുത്ത് ബ്ലോഗർമാരെ പേരൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വെറുതെ നോക്കിയതാണ്. ഒരുപാട് ഫാമിലി ഉണ്ട് ഫേസ്ബുക്കില്, ഇൻസ്റ്റാ, യൂട്യൂബ്. ഞാൻ പറഞ്ഞ ഫേസ്ബുക്കില് എല്ലാവർക്കും അത്യാവശ്യം ഉണ്ടല്ലോ. ഞമ്മക്ക് മാത്രമുള്ള തരുന്നത് ആരും എന്നോട് പറഞ്ഞ അങ്ങനെ ഞമ്മക്ക് മാത്രമുള്ളൊന്നില്ല. ഞാൻ നാളെ ഞാൻ കാട്ടി തന്നില്ലേ ഒരുപാട് തെറിക്കമന്റില് ഒരുപാട്. അതോ ഇപ്പൊ തെളിഞ്ഞിരിക്കുന്ന ഓരോ ഫാമിലികളതും ഇത് കണ്ടിട്ടില്ലേ പച്ച തെറി പറയുന്നുണ്ട്. അതിപ്പോ ഇക്ക ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ റീസെന്റ് നടക്കുന്ന ഒരു വിഷയമുണ്ട്, പ്രണവ് പ്രവീണിന്റെ ഒക്കെ ഫാമിലി ഇഷ്യൂസ്. അപ്പൊ അതാണ് ഇക്ക പറഞ്ഞു വരുന്ന ഒരു കാര്യം. അപ്പൊ അതിനെപ്പറ്റി ഇക്ക ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കണേ എന്താണ് അതിനെ കുറിച്ച്. കാരണം ഇത്രയും ഒരു ഫാമിലി മാനുണ്ട്, അത് ആ ഇൻസ്റ്റയിൽ വരെ അച്ചടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ഞാന് സത്യം പറയണെങ്കിൽ ഈ ഫാമിലിനെ ഇവള് മിന്നാന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഒരു ഫാമിലി ഇല്ലല്ലോ. പക്ഷെ ഇവരെ വീഡിയോ ഞാൻ കണ്ടു, കുറെ കണ്ടു. അപ്പോ അച്ഛനേറ്റും അമ്മനേറ്റും ഒക്കെ നല്ല വർത്താനവും കാര്യങ്ങളും പറഞ്ഞ നല്ല ഫാമിലി നല്ല രസമായിട്ടാണ് പോണത്. പക്ഷെ ഓലെ ഉള്ളിലുള്ളത് ശരിക്കും പറയണ്ടല്ലോ. കാണുമ്പോ ചെറിച്ച് കളിച്ചാണ്ട് ഇപ്പൊ ഞാനുള്ളൂ. അല്ല ചെറിച്ച് കളി ഞങ്ങൾ പെരൻ്റെ ഉള്ളിൽ ഞങ്ങളുള്ളത് ഞങ്ങൾ കച്ചറ കൂടിക്കണമെന്ന് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞില്ലേ, കച്ചറ കൂടിക്കണം തന്നെയാണ് പറയും. ഞങ്ങൾക്ക് ആ ജാതി മോട്ടിയൊന്നുമില്ല. ഞാൻ പറ്റാത്താണെങ്കിൽ ഞാൻ ഓളോട് പറയും, ഓൾക്ക് പറ്റാത്താണെങ്കിൽ ഓൾ ഇന്നോടും പറയും. ഓളും ഇന്നോട് പോത്തോക്കി കാര്യം പറയും ഓൾക്ക് പറ്റാത്താണെന്നുണ്ടെങ്കിൽ. അപ്പോ വീഡിയോയിൽ ഒരു മുഖം പുറത്തൊരു മുഖം അത് പറ്റൂല, ഉള്ളത് ഒരേമാതിരി ആവണം.
ഇപ്പൊ എന്തൊക്കെയാണ് ആ പെണ്ണിനെ കാട്ടിക്കണത്? ആ വീഡിയോ ഞാൻ കണ്ടു. അല്ല, എനിക്ക് അതിനെ കുറിച്ച് കണ്ട് ഒരുപാട് ആൾക്കാർ ആ വീഡിയോ വിട്ടുന്നു. ഇതിനെ കുറിച്ച് കണ്ട് സംസാരിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് പറയാണ്ട്. പിന്നെ ഞാൻ ഓരോ കാര്യത്തിൽ നമുക്ക് അറിയാത്ത ഒരാൾക്കാരാണ് എന്താണ് ഏതാണെന്ന്. പക്ഷെ എന്താണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ ഒരിക്കലും ഞാൻ ആ കാര്യത്തിൽ കാണാൻ വരും. ഒരു പെണ്ണ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും. അതെ, മാത്രല്ല കുട്ടി പ്രഗ്നന്റ് ഒരു പള്ളിയിലുള്ള പെണ്ണിനെ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇഞ്ചമ്മ പറയണക്ക ഇവർക്ക് പള്ളി ഉണ്ടാവുമ്പോ ഞാൻ ചിലപ്പോ ഇവിടെ ഒന്ന് ഉള്ളുമ്പോ പറയണക്ക, എടാ ഈ പള്ളിയിലുള്ള പെണ്ണുങ്ങളെ വരുത്താക്കാൻ പറ്റൂല പറയും. അതാ കാലാകാലം ഉണ്ടാവും പറയും. നമ്മളമ്മമാരൊക്കെ പറയണ വല്യമാരൊക്കെ പറയണാണ് നമ്മളീ പറയണത് അല്ലേ. അപ്പൊ അങ്ങനത്തെ ആ പെണ്ണിനൊക്കെ എന്തൊക്കെയാണ് ഇതിറ്റാള് കാട്ടിക്കണത്? ഇവർക്കൊന്നും അന്നല്ലേ തിന്നണത്. ഊസറും മുടിയില്ലാത്ത സാധനം കേട്ടോ. ഇപ്പം നേരത്തെ നമ്മൾ പ്രണവ് പ്രവീണിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ റിയാക്ഷൻ മീൻസ് പ്രവീണിന്റെയും മൃദുലയുടെയും വീഡിയോ കാണുന്നത്. ഈ ഒരു 2 വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനോട് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എനിക്കത് കാണണം എന്ന് തോന്നിയിട്ട് അങ്ങനെ കണ്ടതാണ്. ആദ്യം ഒരു പ്രശ്നം വന്നപ്പോ ഇവർ ആ റിയാക്ഷൻ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നിക്കട്ടെ എന്ന്. ശരിക്കും അങ്ങനെ ഇക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം. ചെറിയ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവൂല. കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് തോന്നി. എന്താണ് ഒരു അനിയം ഒരു ഏട്ടനെ അടിച്ച പിന്നെ ചുണ്ടൊക്കെ പൊട്ടിച്ചു, അച്ഛനൊക്കെ തച്ച് അച്ഛന് കുറെ പിടിച്ചു കൊടുത്തു അനിയന് തല്ലാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. കൂടുതല് അങ്ങനെ ഒരു പ്രശ്നം ഒരുവിധ കുടുംബങ്ങളിലൊക്കെ നടക്കണുണ്ട്. കാരണം എന്താ അറിയോ, ഈ 2 മക്കളിൽ വേർതിരിവ് കാണിക്കണ ഒരു പ്രശ്നം ഒരുവിധം കുടുംബങ്ങളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് അല്ലെ. അങ്ങനെ വേർതിരിവ് കാണിച്ചിട്ട് എന്താണ് ശരിക്കും? 2 മക്കളും നമുക്ക് 3 അല്ല 4 മക്കളാണെങ്കിലും ഒരേമാതിരി കാണണം, ഒരേപോലെ അതാണ് വേണ്ടത്. അല്ലാതെ ചിലപ്പോ ഏട്ടൻ കുറച്ച് പൈസ ഇല്ലാത്തവനാക്കാരം, അൻസം കുറച്ച് പൈസ ഇല്ലവനാക്കാരം, അങ്ങോട്ട് ഇതാക്കുക. അല്ലെങ്കിൽ പിന്നെ ഓൻ ചിലപ്പോ കുറച്ച് ചൊറുക്കില്ലവനാക്കാരം, ഇപ്പം കുറച്ച് കറുത്തിട്ടാക്കാരം. അത് വേർതിരിവ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമല്ല. ആകെ കുറച്ച് കാലം ഉണ്ടാവും ഒത്തൊരുമിച്ച് നല്ലൊരു സന്തോഷത്തോടെ. അത് കണ്ടപ്പോ എനിക്ക് തോന്നി അതിൽ എവിടെയോ ആള് പറയുന്നുണ്ട് ഇത് ഇതിന്റെ കല്യാണത്തിന് മുന്നേ ഉള്ള പ്രോബ്ലംസ് ആണെന്ന് ആള് പറയുന്നുണ്ട്. ശരിക്കും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മള് ഈ റീലിൽ കാണുന്നതൊന്നും അല്ല ലൈഫ്, വേറെ ലൈഫ് നമുക്ക് ഔട്ട്സൈഡ് ഉണ്ട്. അതൊന്നും നമ്മള് അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനും പറയുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഗതികേട് കൊണ്ട് പറയേണ്ടി വന്നു എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോ എനിക്ക് തോന്നി എന്തിനാ ഇതൊക്കെ. ഇതില് കുടുംബാവുമ്പോ എല്ലാ കുടുംബത്തിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തിനാ അതൊക്കെ പറയണ്ടത്? പക്ഷെ അവര് പറയാൻ കാരണം കമന്റിലൂടെ അവർക്ക് കൊറേ കാരണം ചോദിക്കും. കാരണം ഒരുമിച്ച് അങ്ങനെ ഞങ്ങളും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് ഓരോ വിഷയങ്ങൾ വരുമ്പോ നമ്മള് ഇനിയും കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഓരോ വിഷയങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം കമന്റിലൂടെ ചോദിച്ചുമ്പോ അതിന് മറുപടി നമ്മൾ കൊടുക്കണ്ടേ. ഈ പറഞ്ഞ സബ്സ്ക്രൈബർ അല്ല ഈ പറഞ്ഞ എല്ലാരെയും വളർത്തിയത് അല്ല. സബ്സ്ക്രൈബറോ നാട്ടുകാരുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ ആവുമോ? ആരും ആവൂല. ഒരു നാടനും ആവൂല, ഒരാളും ആവൂല. പിന്നെ ഞാൻ പ്രേക്ഷകരോട് പറയും, ഞങ്ങൾ ഇത്ര നല്ല മുന്തിയ കപ്പിൾസോ കാര്യങ്ങളൊന്നും അല്ല. ഇച്ച പറയണം, ഞങ്ങള് ഇതേമാതിരി തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പറയേണ്ടത് അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. പക്ഷെ ഒറ്റ ദിവസം അപ്പൊ തന്നെ ഞങ്ങൾക്ക് മുണ്ടണം, ഇല്ലെങ്കിൽ ഓൾക്കാർ അടങ്ങാറാക്കാർ ചെറിയ വൈക്ലബ്യോക്കാരം. അത് എന്താ വെച്ചാല് നമ്മള് എന്താണ് ഒരു സ്വാർത്ഥത ഉണ്ടാവും നമുക്ക്. ഇവിടെ ഞാൻ മുണ്ടിയില്ലെങ്കിൽ നമുക്കൊന്ന് കാര്യം അല്ല ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ദിവസം തെറ്റിക്കണ്, ബ്ലഡ് തെറ്റി, അത് ഞാൻ പറയട്ടെ, തെറ്റി നിക്കാണ്. അതില് ചെറുക്കം വന്നാണ്ട് റിച്ച് വന്നാണ്ട് ഇപ്പൊ തെറ്റിയില്ലേ പെണ്ണ് ലിനു ഓളും പെര ചത്തിരെ, പെര ഉണങ്ങി, പെരയിലാരോ മരിച്ചിക്കണ്. അതങ്ങനെ പറയും. കുട്ടികൾക്ക് രണ്ടാളും തെറ്റിട്ടുണ്ടെങ്കിൽ ഇതാവൂലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് നടക്കും. ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് പിണങ്ങുന്ന ആരാ? പ്രഷർ വരുമ്പോ എന്തൊക്കെയോട് പറയും. അപ്പൊ എനിക്ക് ടെൻഷൻ ആവും. എന്നിട്ട് ഞാൻ തന്നെ അങ്ങ് പിണങ്ങും. അതല്ലേ
നമ്മള് കുറച്ച് ഗേൾസ് കുറച്ച് അങ്ങനെയാണെന്ന് തോന്നുന്നു ആണ്. അല്ലേ? അത് പെടങ്ങാറ്. നിങ്ങൾക്കൊക്കെ എന്താ പറയുക, നമ്മളെ ബാല്യം മുന്നത്തെ ഒരു കണ്ടാണ് നിങ്ങൾക്ക് തന്നിക്കണത്. അതന്നെ ഞങ്ങളെ പ്രശ്നം. നിങ്ങൾക്ക് ഒരു വളവ് കൂടുതലാണ്, ഒരു എല്ല് കൂടുതലാ. അത് ഞാൻ എപ്പോഴും പറയണ്ട, ഒരു വളവ് ഞങ്ങൾക്ക് ഉണ്ട്. അത് നിങ്ങളിപ്പോ ഇനി എത്ര ഇതാക്കിയാലും നേരാവൊന്നുമില്ല. പിന്നെ ഞമ്മളിതാണെന്നുള്ളിടത്താണല്ലോ നമ്മളാ ഒരു സ്വാർത്ഥത കാണിക്കത്തുള്ളൂ. എന്തായിക്കാ മനസ്സിലാകാതെ അല്ല ഏതാന്നറിയോ, കച്ചറുണ്ടാക്കാനായിട്ടാ വരും. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇക്കാലെ ഏറ്റവും ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യം ഉണ്ടാവില്ലേ? അതിലൊരു 2-3 കാര്യം പറയും. എന്താണെന്ന് അറിയണമല്ലോ. ഓൾക്കൊക്കെ ഇഷ്ടമാണ്. എനിക്ക് പ്രഷർ ആണ്, ഭയങ്കരമായിട്ട് റേസ് ആവും. എനിക്ക് ഇഷ്ടമല്ല. ബാക്കി 2 കാര്യങ്ങൾ ചിലപ്പോ നമ്മള് എന്തിനോ ചൂടായത് ആ വിഷയം ആവില്ല പറയാ, വേറെ എന്തൊക്കെയോ കാട് കറിച്ചൊക്കെ പറയുന്നുണ്ടാവും. അതെനിക്ക് ഭയങ്കര ഇതാ. പിന്നെ കുട്ടികളെ ചീത്ത അറിയുന്നത് ആണ്. ഞാൻ കുട്ടികളെ ചീത്ത പറയില്ല എന്നല്ല കേട്ടോ, ഞാൻ പറയും. പക്ഷെ കുഞ്ഞാന്റെ കുറച്ച് നല്ല സൗണ്ടിൽ നല്ല ഗൗരവത്തിലായിരിക്കും. ഞാൻ അങ്ങനൊന്നും കുട്ടികളെ പറയില്ല. ചില നേരത്ത് പിന്നെ ഒരു കാറ്റ് കണ്ടു കഴിഞ്ഞാൽ അമ്മിക്കല്ലെടുത്തോണ്ട് അറിയാൻ തോന്നുന്നു. ഞാൻ ഇത്ര റിസ്ക് എടുത്ത് പ്രസവിച്ചത്. പക്ഷെ ആ ധനം തന്നത് ഞാനല്ലേ, അത് മനസ്സിലാക്കണം. അതെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ്. പിന്നെ എന്റെ റിച്ച് ഉണ്ടല്ലോ, അവനൊരു പാവാണ്. അപ്പൊ കുഞ്ഞാൻ ഏറ്റവും കൂടുതൽ ചൂടാവും അവനോടാണ്. എന്നാ പക്ഷെ കുഞ്ഞാൻ ഇങ്ങനെ തിരിയണെങ്കിലും വേണം. ഓ ഇല്ലാതെ ഒരു അടി അവിടെ ചലിക്കൂല. സത്യാണ്. അത്രയും ഞങ്ങള് തന്തി മകനൊന്നുമില്ല, ആ ഒരു ലെവലല്ല, കമ്പനിയാണ്, ഭയങ്കര കമ്പനിയാ. പക്ഷെ ഓനെയാണ് അല്ല, ഒരു പാവാണ്, അതുകൊണ്ട് ഓനെയാണ്. എല്ലാത്തിനും ലിനുവിന്റെ അടുത്ത് ഞാൻ ചൂടാവാനേ പോവില്ല, മുഖത്തോക്കി കാര്യം പറയുള്ളൂ. ആള് സൈലന്റ് ആണ്. വീഡിയോയില് പറയണ്ടാവും ഓള് വെറും പോയിന്റ് മാത്രം പറഞ്ഞ ഒരാളാണെന്ന് അറിയാം വീഡിയോയില്. പിന്നെ എന്താ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ അടുത്തേക്കേ എടുക്കാൻ പാടില്ല. പക്ഷെ റിച്ചുവിനെ കുഞ്ഞാൻ തൊട്ടേയും തുടർന്നതിനൊക്കെ ചീത്ത അറിയും. അങ്ങനെ ചിലപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ഇതാക്കാനോ അങ്ങനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അങ്ങനല്ല. അപ്പൊ ജസ്റ്റ് ഞാനൊരു കാര്യം പറയാം, ഒരു ഫോൺ എടുത്തോണ്ടേ റിച്ചു ആ ഫോണൊന്നും എടുത്തോണ്ടേ അറിയും. അതായത് അത് സെക്കൻഡുകൾക്കുള്ളിൽ കയ്യിലെത്തിക്കണം. അങ്ങനെയാണ്, സെക്കൻഡുകൾ അത്രയും കയ്യില്. ഇല്ല ഞാൻ അങ്ങനെ ഒന്നല്ല, എന്നിട്ട് സമ്മതിക്കുന്നുണ്ട്. അതന്നെ, അപ്പൊ അത്രയും പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ള എത്തിക്കണം. എത്തിയിട്ടില്ലെങ്കിൽ ചോദിക്കോ എന്താ പോയാ ഞാനുള്ള മനസ്സിലായിക്കോ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇന്റർവ്യൂക്കില്ല. തുറന്നടിച്ച എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂല. ഇതൊക്കെ കട്ട് ചെയ്താണ്ട് ട്രോളാക്കിയാണ്ട് വിട്ടാണ്ടല്ലോ, അല്ലെ തന്നെ ട്രോളിട്ടതാണ്. ഇക്ക ആദ്യം പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞ ഒരു പ്രശ്നമില്ല. അത് കഴിയാണ്ട് മണിയറ കാര്യം മറ്റേ കുട്ടികളുടെ കാര്യം പറയാൻ പറ്റുമോ? മണിയറ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ കത്തണ്ട. തിരിച്ചെങ്ങനെയാണ് തിരിച്ചൊരു 3 കാര്യം പറഞ്ഞോളൂ. ഓന്നല്ലേ 3 എത്ര ഞാൻ പറയേണ്ടത്? ഇഷ്ടമുള്ള പറഞ്ഞൊക്കെ എനിക്ക് വേറെ കാര്യത്തില്ലല്ലോ. അത്യാവശ്യം വാശി കൂടുതലാ. ആണോ? അത്യാവശ്യം വാശി കൂടുതലാണ്, വേറെ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും കച്ചറൊക്കെ കൂടി കഴിഞ്ഞാൽ നമ്മള് മുണ്ടാൻ ചെന്നാണ്ടല്ലോ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇരിക്കുന്നുണ്ട്, മുണ്ടൂല. അതിനൊക്കെ ഞാൻ എന്നിട്ട് സോറി ഇഞ്ചത്ത് തെറ്റുപറ്റി, മാപ്പ് തരും. ഞാൻ മാപ്പ് ചോദിച്ചേരാ. കേട്ടോ ഞാനും ചോദിക്കലുണ്ട് ഇടക്കൊക്കെ ചോദിച്ചത്. അപ്പൊ കൂടുതലും നിങ്ങളല്ലേ പറയുന്നത്, ഞാൻ നിങ്ങളൊന്നും പറയലില്ല. പറയാൻ പറ്റില്ല, ശരിയാണ്. പിന്നെ എന്താ ഒരു സോറി ചോദിച്ചാല് അതെ, എന്താ ഇപ്പൊ ഒരു സോറി പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഞങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ അടിയിൽ കാലിന്റെ അടിയിൽ ഞങ്ങൾ ജീവിതം വെക്കില്ല. നിങ്ങളെ അടിയിലൊന്നും അടിയറ വെച്ചാണ്ട് ഞങ്ങൾ ആണുങ്ങളെ പൗരുഷത്വം ഞങ്ങൾ കളിയില്ല. അല്ല, ഇടയ്ക്കൊരു സോറി ഒക്കെ പറയട്ടോ. അല്ല, അത് ഇടക്കല്ല, ദിവസം നല്ല പറയുന്നത്. ഇതിനെ ഇടക്കാക്കണം നിങ്ങള്. തള്ളി പറിക്കരുത്. ശരിക്കും ഇല്ല കേട്ടോ, വെറുതെ പറയാ.
കാര്യോ? ഇക്ക വേറൊരു കാര്യം കിട്ടോ, സത്യമായിട്ട് സോറി പറയാറുണ്ടോ? നിങ്ങൾ അത്ര പറയാൻ പാടുള്ളൂ. സോറി പറയലൊക്കെ ഉണ്ട്, പക്ഷെ അത് എപ്പോഴൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ. അത്ര കൊള്ളേണ്ടതായി കഴിഞ്ഞാല് പിന്നെ അത് കൊണ്ട് ഭർത്താവ് സോറി പറഞ്ഞതേ അത് എന്നും പറയലുണ്ടോ, എന്തെങ്കിലല്ലേ കച്ചറ ഇടക്കൊക്കെ ഉണ്ടാവുമ്പോഴുള്ള പറയാൻ പറ്റുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ പിൻവലിച്ചിരിക്കുന്നു, അതായിരിക്കും നല്ലത്. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതാണ് നല്ല രസല്ലേ. അല്ലെന്ന് വെച്ചാല് ഭയങ്കര എന്തുവാ, അടുത്തിരുന്ന് സംസാരിക്ക ഒച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു ശൈലി, സ്ലാങ് ഒക്കെ കേൾക്കാന് ഭയങ്കര രസമാണ്. എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് ഇല്ല, എനിക്കിപ്പോ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, കൂടുതൽ ടൈം ഇതിലാണ്. എന്റെ അല്ലേ, അത് മാറ്റണം തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കണത് മാറ്റണം തോന്നില്ല. കാരണം എന്താണ് വർത്താനം പറയാ, പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോ പിന്നെ ആണ് അങ്ങനെ വർത്താനം പറഞ്ഞ തീർച്ചയായും. പിന്നെ 24 മണിക്കൂർ പുറത്തു കൂടി തന്നെയല്ലേ ഞങ്ങൾ പോണത്. ഞങ്ങൾ ഇവിടെ ഉണ്ടാവലുണ്ടോ? അത് ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇക്ക ഒരു 10-15 മിനിറ്റ് വൈഫിനോട് ഇരുന്ന് സംസാരിക്കാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇക്ക എന്താ ഇത്? മാണിക്കക്കലിനോട് ഞാനല്ല വേറെ ആരാ അതെ, ഇന്റർവ്യൂ ആട്ടോ ഇത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വിരമിക്കാണ്, എനിക്ക് ശരിയാവുന്നില്ല. അതാണ് നല്ലത്, അതായിരിക്കും നല്ലത്.